എം മണി അഥവാ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല, മണിയാശാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്കറിയാം ഇടുക്കിയിലെ എന്താ പറയുക CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. ഒരുപക്ഷെ പിണറായിയൊപ്പം അല്ലെങ്കിൽ പിണറായിയേക്കാൾ അറിയപ്പെടുന്ന നേതാവ് നമുക്ക് ഇടുക്കിക്കാർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഏറ്റവും റീസെന്റ് പറഞ്ഞൊരു കാര്യമാണ്, ഈ കോൺഗ്രസിന്റെ 5 ഇന വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര KSRTC-യിൽ എന്നുള്ളത്. അപ്പം ഇതിനുള്ള പൈസ എല്ലാം സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നുള്ളതാണ് ചോദിച്ചത്. ഇത്തരത്തിൽ എന്താ പറയാ, അതിന് പോസിബിലിറ്റി ഇപ്പം പല ഗവൺമെന്റ് നടത്തിയതാണ്. ഡൽഹിയിൽ ആം ആദ്മി ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ DMK സർക്കാർ നടത്തിയിട്ടുണ്ട്, അതേപോലെ കർണാടകയിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, തെലങ്കാനയിൽ റേവന്ത് റെഡ്ഡി, അവർ പല സംസ്ഥാനങ്ങളും ഇത് അവർ മുമ്പോട്ട് വെച്ച് നടത്തി കാണിച്ചതാണ് അവർ. അപ്പം ഇത്തരത്തിൽ നടക്കാത്ത വലിയ സംഭവമൊന്നും അല്ലത്. ഇതിലേറെ എന്താ പറയുക, ബാക്ക്വേർഡ് കിടക്കുന്ന പല സംസ്ഥാനം മുമ്പിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ സാധനം. ഇത്തരത്തിൽ സാധനം വരുമ്പോൾ ഇത് നടക്കുന്ന കാര്യമില്ല. സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്താറുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള വോട്ട് എന്താ പറയാ, പെൻഷൻ വാങ്ങി കഴിച്ചിട്ട് വോട്ട് മാറ്റി കുത്തിയ ആൾക്കാർ എന്നുള്ള രീതിയിൽ പലതരത്തിൽ, ഇങ്ങനെയൊന്നുമല്ല, ഇതിൽ രൂക്ഷമായ രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ പല വിവാദങ്ങൾ രൂപീകരിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ പുതിയ വേർഡ്സിന് ഇന്നോവേഷൻ കൊടുത്ത കണ്ടുപിടിച്ച ആൾ കൂടിയാണ്. ഈ ഒരു പരാമർശത്തെ എങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായിട്ടും മണിയാശാൻ എന്ന് പറയുന്നത് പിണറായിക്കും മേളിൽ എന്ന് പറയുമ്പോൾ പിണറായിയെ പോലെ തന്നെ മലയാളത്തിലൊരു ഭാഷാ നിഘണ്ടു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിണറായി വചനങ്ങളിൽ ഒപ്പം തന്നെ നമുക്ക് എഴുതി വെക്കാൻ മണിയാശാന്റെ മണിപ്രവാളത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇതിനൊപ്പം തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബുക്കായിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ കടക്കുപുറത്ത്, കുലംകുത്തി, ചെറ്റത്തരം, അത്തരം ഒരുപാട് നല്ല നല്ല ഭാഷാ ശൈലികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഫവാസ് പറഞ്ഞ പോലെ ഒരു പടിക്ക് മുകളിൽ ഭാഷാശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു മണിയാശാൻ. അദ്ദേഹത്തിന് ഇടുക്കിക്കാരുടെ ഒരു മുത്താണ് അദ്ദേഹം. അദ്ദേഹത്തിന് മണിപ്രവാളം പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഇറക്കാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഇപ്രാവശ്യം കഴിഞ്ഞ തോൽവിയുടെ സമയത്തും അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരിന്റെ പെൻഷൻ വാങ്ങിയിട്ട് മാറ്റി കുത്തിയ എരപ്പകൾ എന്നോ അത്തരത്തില് മ്ലേച്ഛമായിട്ടുള്ള ഒരു പദപ്രയോഗം തന്നെയാണ് നടത്തിയത്. അതെ, പൈസ വാങ്ങി നക്കിയിട്ട്. അപ്പൊ അത്തരം ജനങ്ങളെ എത്രത്തോളം കൃമികളെ പോലെ കാണുന്ന ഒരു നേതാവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ലേ. ജനങ്ങള് ഇതെന്തോ നമ്മുടെ ഔദാര്യം കൊടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു നേതാവ് വേറെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ നേതാക്കന്മാരുണ്ട് അങ്ങനത്തെ, പക്ഷെ ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുന്ന ഒരു നേതാവ് മണിയാശാനാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സതീശൻ സൗജന്യ യാത്ര പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ സതീശൻ അതിനുള്ള കാശ് സതീശനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചത്. ഇത്രയും നാള് നമ്മളെ 10 വർഷക്കാലം ഭരിച്ചിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണാധികാരിയായിട്ടിരുന്ന ഒരാള്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന് ചേർക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ ബഹു ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് നമ്മൾ കടന്നു പോകുന്ന ഭരണകാലയളവില് അദ്ദേഹത്തിന്റെ പേര് എഴുതുന്നിടത്ത് പോലും ബഹുമാനപ്പെട്ട എന്നുള്ളതിന്റെ സൂചകമായിട്ട് ബഹു ചേർത്ത് മാത്രം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എഴുതണമെന്ന് ഉത്തരവായിട്ട് ഇറക്കിയ മനുഷ്യനാണ്. അപ്പോൾ അത്തരത്തില് ഒരു ഭരണാധികാരി ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രതിപക്ഷം മിസ്റ്റർ വിജയൻ എന്ന് കൈ ചൂണ്ടി സംസാരിച്ചതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയിട്ടുള്ളൊരു സർക്കാരായിരുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോഴത്തെ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുക്കാതെ സതീശന്റെ വീട്ടിൽ പോയി കൊണ്ടുവരും എന്നുള്ള രീതിയിലേക്ക് വിവാദമായിട്ടുള്ളൊരു പരാമർശം ഇറക്കിയതുകൊണ്ടും ഇത് മണിയാശാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നത് VD സതീശനാണ്, പിണറായി വിജയനല്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ ഇത് വലിയ കാര്യമാക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ കുറച്ചുകൂടി അറിയാവുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് സതീശൻ എന്ന് വിളിച്ച് ഇത്തരത്തിലൊരു വിവാദ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞതിന് സതീശൻ ചിലപ്പോൾ ഒപ്പോസ് ചെയ്യില്ലായിരിക്കാം. പക്ഷേ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഇപ്പോഴത്തെ മണിയാശൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരാൻ പറയുമ്പോൾ തന്നെ മണിയാശൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഖജനാവിൽ പൂച്ച പറ്റൂ എന്ന് പ്രതിപക്ഷം പറയുന്നത് സത്യമാണെന്നല്ലേ. അപ്പോൾ ഖജനാവിലൊന്നുമില്ല, സതീശൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സത്യം അറിയാണ്ട് പറഞ്ഞുപോയി. ആ മനുഷ്യൻ അറിയാണ്ട് ഒരു സത്യം പറഞ്ഞുപോയി. ഇത് പറഞ്ഞപ്പം എനിക്ക് എന്താ പറയാ, ആള് മുമ്പ് ഒരു വട്ടം സത്യം പറഞ്ഞതും പോലീസ് അന്വേഷണം വീണ്ടും വന്നൊരു സാധനമാണ്. 2012 ഈ സംഭവം ഉണ്ടാകുന്നത്. മണക്കാട് CPM-ന്റെ ഒരു യോഗത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് പിന്നീട് ഞാൻ ആ വരികൾ വായിക്കാം. 1, 2, 3 ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു. ഇത് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്താ പറയാ, അഞ്ചേരി ബേബി വധക്കേസാണ്. ഇത് പിന്നീട് വലിയ തലപ്രശ്നങ്ങളിലോട്ട് പോവുകയും കേസ് പുനരന്വേഷിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അറിയാണ്ടാണെങ്കിൽ പോലും ആള് സത്യങ്ങൾ പലപ്പോഴും വിളിച്ചു പറയും. കൊന്നത് അവരാണെന്നുള്ളത് അവര്
പരസ്യമായിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഇത്. അതെ, അത് മാത്രമല്ല സ്ത്രീകൾക്കെതിരെയും ഒരുപാട് മോശമായിട്ട് പല പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കാട് കയറുന്നതിനെ പറ്റിയിട്ടും അല്ലാണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ വെച്ചിട്ട് കെ രമ എന്ന് പറയുന്ന അവരെ ഏറ്റവും മോശമായിട്ട് വിധവ എന്ന് വിളിച്ചിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം അത്തരം എന്ത് പറഞ്ഞാലും നാവിന് ലൈസൻസ് ഇല്ലാത്ത മണിയാശാന്റെ മണിപ്രവാളം ആൾക്കാർ സഹിച്ചോളും എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ വി ഡി സതീശൻ സർക്കാർ ഇത് അധികം അങ്ങോട്ട് വളം വെച്ച് കൊടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. രമയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് രമനെ ഉദ്ദേശിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു മഹതി സർക്കാരിനെതിരെ സംസാരിച്ചു, ആ മഹതി വിധവയായിപ്പോയി, അത് അവരുടെ വിധിയാണ്, അതിന് ഞങ്ങൾ ആരും ഒരു ഉത്തരവാദിയുമല്ല. ഇതാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു സാധനം. ഒരു മഹതി വിധവയായിപ്പോയി, അത് ഞങ്ങൾ ആരും ഉത്തരവാദിയല്ല, അവരെ കയ്യിലിരിപ്പോണ്ടായി പോയതാണെന്നുള്ള രീതിയിലാണ് അന്ന് ഈ പറഞ്ഞ പോലെ മണിയാശാൻ പറഞ്ഞത്. അതെ, അത്തരത്തില് ഇങ്ങനെയുള്ള നാവിന് ലൈസൻസ് ഇല്ലാണ്ട് ഇത്തരം പറയുന്ന മണിപ്രവാളങ്ങൾ ഇനിയും അനുവദിച്ചു കൊടുക്കാണ്ട് നാവിന് വിലങ്ങിടാൻ കൂടി ഇപ്പൊ വരുന്ന സർക്കാരിന് കഴിയുകയാണെങ്കിൽ ജനങ്ങൾ കൈയടിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പോണ ഒരു വിഷയമായിരിക്കും. ഇപ്പൊ വി ഡി സതീശനെ പറഞ്ഞത് ചിലപ്പോൾ വി ഡി സതീശൻ സഹിക്കുമായിരിക്കാം, പക്ഷെ അതിനെ കാര്യമായിട്ട് എടുക്കില്ലായിരിക്കും. പക്ഷെ സ്ത്രീകൾക്ക് നേരെ പോലും നെല്ലില്ലാത്ത നാക്ക് വെച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന ഇത്തരം പരാമർശങ്ങൾ എവിടെയും ആകാം എന്ന് കരുതുന്നത്. ഇപ്പം മഹാത്മാഗാന്ധിയെ കൊന്നവരുടെ കയ്യിൽ ഭരണം കൊടുത്ത ആളുകളാണ് കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ തന്നെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന പരാമർശമാണ്. അപ്പം മണിയാശാൻ എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ചിലർ പറയില്ലേ, വിവരം ഇല്ലാണ്ടത് പറഞ്ഞതാ, കാര്യാക്കണ്ട പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെറുതല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഒരു മന്ത്രിയായിട്ടിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിവരക്കേടിന ഇനിയും സഹിക്കേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല. സ്ത്രീകൾക്കെതിരെ പറഞ്ഞത് ഇതായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ പെമ്പിളൈ ഒരുമ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിലാണ് അവിടെ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ കാട്ടിലായിരുന്നു പരിപാടി, എല്ലാം കുടിയന്മാരായിരുന്നു, അവിടെ മറ്റു പണികളും ഉണ്ടായിരുന്നു, മറ്റേ പണികളും ഉണ്ടായിരുന്നു എന്നുള്ള സാധനം. ഇത്തരത്തില് ആള് എന്താ പറയാ, എപ്പോഴും പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത്, അതിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റേ പണി എന്താണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഇതിപ്പോ നമ്മൾ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾക്ക് പരിചയമുള്ള പണികളായിട്ടായിരിക്കും നമുക്ക് പലതും തോന്നുക. അദ്ദേഹത്തിന് അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളിത് പറയുന്നതിലും മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾക്ക് ചെയ്ത് പരിചയമുള്ളൊരു കാര്യമായിട്ടായിരിക്കും നമുക്കതിനെ തോന്നുക. ഇത് മണിയാശാനെ പേഴ്സണലി പറയുന്നതല്ല, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ത്രീകൾക്കെതിരെ ആ പരാമർശം നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ നാവിന്റെ ഇതിനനുസരിച്ചിട്ട് ഇനിയും സഹിക്കേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാണ്ട് ഇത്തരം മണിപ്രവാളങ്ങളൊക്കെ ഇനിയും സഹിക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല. സ്ത്രീകൾക്ക് പോലും അദ്ദേഹത്തിന്റെ നാവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നാവടക്കിക്കോളും എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ മോശം പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. പറഞ്ഞ പോലെ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യക്കെതിരെ, പിന്നെ ഒന്നീ പറഞ്ഞ പോലെ സ്ത്രീകൾ നടത്തിയൊരു പരിപാടിക്കെതിരെ, അതുകൂടാതെ മൂന്നാമത് മുൻ DGP ശ്രീലേഖ, നിലവിൽ BJPയുടെ അംഗമാണ്, ആൾക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല ഒന്നാന്തരം പെൻഷൻ മേടിച്ചിട്ട് ഭംഗിയായി ഷാപ്പിടുകയും കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഭംഗിയായി പണി തരും ചെയ്തു എന്നുള്ള സാധനമാണ്. അതായത് ഞങ്ങളെ പെൻഷൻ വാങ്ങി തിന്നിട്ട് DGP അവസാനം പാർട്ടി മാറി ഞങ്ങൾക്ക് ഇട്ട് പണി തന്നു എന്നുള്ളത്. ആള് വിചാരി പെൻഷൻ ഇവരെ പാർട്ടി സ്ഥാനത്ത് എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ധാരണയാണ്. ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഇട്ടും ആള് പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും കുറ്റം പറയുന്ന ഈ നാവിന് വിലങ്ങിടാൻ ഇപ്പൊ വരുന്ന സർക്കാരിന് കഴിയട്ടെ. അല്ല, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ നാവിന് ബലമുള്ള ആള് സ്വാഭാവികമായിട്ടും പറയേണ്ട ഒരു വ്യക്തി ഉണ്ട് അവിടെ. പാർട്ടി തോൽക്കാൻ കാരണമായ എന്താ പറയാ ഏറ്റവും വലിയ മഹനീയനായ നേതാവ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഒരു നേതാവ് അവിടെ ഇരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്. അപ്പോൾ ഈ മണിയാശൻ നാവിന് ഇത്ര നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതുകൂടി പറയണമായിരുന്നു. എന്നാൽ പാർട്ടി എന്താ പറയുക, തകർന്നുകൊണ്ടിരിക്കുന്ന ആ പാർട്ടി ഒരുപക്ഷെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. മണിയാശാന്റെ നാവിന് അത്രയും ഉറപ്പുണ്ടെന്ന് തോന്നുന്നില്ല, നാവിനും നട്ടെല്ലിനും.